ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ റീഡിങ് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒറാക്കിൾ കാർഡും അതുപോലെ ടാരോട്ട് കാർഡും യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒറാക്കിൾ കാർഡ് എടുക്കും. ആ ഒറാക്കിൾ കാർഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ടാരോട്ട് കാർഡ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്നത്. ഓക്കെ. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആരെക്കുറിച്ചാണോ അറിയേണ്ടത്, ഓക്കെ, അവരെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലോട്ട് എടുത്താൽ മതി, ബാക്കിയുള്ളത് വിട്ട് കളയുക. ഓക്കെ. അപ്പോൾ പാരഡൈസ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. പാരഡൈസ് എന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ഹാപ്പിനെസ്, ജോയ്, പ്ലേഫുൾനെസ്, വൺനെസ്, എൻജോയിങ് ഈച്ച് അതർ, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഓക്കെ. നമുക്കൊരു കാർഡും കൂടി എടുക്കാം. ഓക്കെ. ഇതിൽ ഒരു ക്ലോക്ക് വന്നിട്ടുണ്ട്. ക്ലോക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ നീഡ് ടൈം, ഇറ്റ് ടേക്സ് ടൈം, ഇൻ ടൈം, സൈക്കിൾസ്, ടൈം ടു ഹീൽ, പ്രോഗ്രസ് എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാർഡ് പാരഡൈസ് എന്നും രണ്ടാമത്തെ കാർഡ് ക്ലോക്കുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ക്ലോക്കിൽ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ സമയം വേണം, ഇറ്റ് ടേക്സ് ടൈം, ടൈം ടു ഹീൽ, പ്രോഗ്രസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരു കാർഡിൽ മിക്കവാറും ഇതൊരു ഷോർട്ട് റീഡിംഗ് ആയിരിക്കും. എന്തുകൊണ്ടാണ് സമയം വേണമെന്ന് പറയുന്നത് അറിഞ്ഞാൽ നമുക്ക് റീഡിംഗ് നിർത്താവുന്നതേ ഉള്ളൂ. ഓക്കെ. അത് സമയം വേണമെന്ന് പറയുന്നത്, ഹീ ഈസ് ഇൻ ബിറ്റ്വീൻ സംതിങ്, ഹീ ഓർ ഷീ എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീസെൻ്റായിട്ട് അതിലങ്ങ് മുഴുകി ഒരുപാടങ്ങ് ചെയ്ത് കക്ഷിയുടെ എനർജി ഫുള്ള് ഡ്രെയിൻഡ് ആയിപ്പോയി. ഓക്കെ. അപ്പം എനർജി ഡ്രെയിൻഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് വീണ്ടും സമയം വേണമെന്ന് പറയുന്നത്. അപ്പോൾ ആളിൻ്റെ എനർജി, നിങ്ങൾ ആരെയാണോ ഓർക്കുന്നത്, ആളിൻ്റെ എനർജി എന്ന് വെച്ചാൽ കുറച്ചും കൂടെ അത് ഫുള്ളി ബാക്കിയുള്ള സ്ട്രെങ്ത് എല്ലാം എടുത്ത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സക്സസ്ഫുൾ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സമയം വേണമെന്ന് പറയുന്നത്. ഓക്കെ. നമുക്കൊരു കാർഡ് കൂടെ എടുത്തു നോക്കാം, എന്തെങ്കിലും കാർഡ് നമ്മളോട് പറയുന്നുണ്ടോ. ഓക്കെ. ഇവിടെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. എന്തോ നിങ്ങളിൽ നിന്നും ഒളിപ്പിക്കുന്നുണ്ടെന്നാണ് കാർഡ് പറയുന്നത്. സംതിങ് ഹി ഓർ ഷീ ഈസ് ഹൈഡിങ് ഫ്രം യു. ഓക്കെ. പുറകിലോട്ട് തിരിഞ്ഞു നോക്കി ഓടുന്ന ഒരാളിൻ്റെ ഒരു പടമാണിത്. അപ്പോൾ എന്തോ ചില കാര്യങ്ങൾ ഷീ ഓർ ഹീ ഈസ് ഹൈഡിങ് ഫ്രം യു. ഓക്കെ. അപ്പോൾ മൂൺ എനർജി വന്നിട്ടുണ്ട്. രണ്ട് കാർഡിൽ മൂൺ എനർജി വന്നിട്ടുണ്ട്. 9 ഓഫ് വാൻഡ്സ് ആണെങ്കിലും 7 ഓഫ് സോഡ്സ് ആണെങ്കിലും മൂൺ എനർജി വന്നിട്ടുണ്ട്. ബൗണ്ടറീസ് കീപ്പ് ചെയ്യുന്നുണ്ട്. ബെറ്റർ എന്ത് കാര്യമാണ് ഒളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഒളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സംതിങ് ഈസ് ഗോയിങ് ടു സക്സസ്, ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്താണോ മറ്റേ ആൾ ചെയ്യുന്നത് അത് സക്സസ്സിലോട്ട് പോവുകയാണ്. അതിലും ബിസിനസ് സക്സസ്ഫുൾ ആകാൻ പോവുകയാണ്. ആ കാര്യം നിങ്ങളിൽ നിന്നും ഒളിച്ചു വയ്ക്കുന്നുണ്ട്, ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. വെർഗോഡ് എനർജി വരുന്നുണ്ട്. എർത്ത് സൈനാണ്. അപ്പോൾ എന്തിനാണ് നിങ്ങളിൽ നിന്നും ഒളിച്ചു വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു ഓൾഡർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ ഒരു എനർജി വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ആ ലേഡിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് കൊണ്ടാണോ നിങ്ങളിൽ നിന്നും ആ കാര്യം ഒളിച്ചു വെച്ചിരിക്കുന്നത് എന്നെനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നോക്കാം. എന്ത് അഡ്വൈസാണ് ഇതിൽ കൂടുതൽ എടുക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. എന്തോ സംതിങ് ഹീസ് ഹൈഡിങ്.
due to the involvement of an experienced lady, older woman. So why എന്ന് ചോദിക്കാം. സോ ദ കിങ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു ക്ലിയർ വിഷനോട് കൂടി, ഒരു ക്ലിയർ ഗോളോട് കൂടി എന്തോ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് സമയമാകുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറയും. അല്ലാതെ ഞാൻ ഇന്നത്തെ റിലേഷൻഷിപ്പ് റീഡിങ്ങിനകത്ത് എനിക്ക് വളരെ കാര്യമായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സംതിങ് ഹി ഓർ ഷീ ഈസ് ഹൈഡിങ്. സോ ദേ വോണ്ട് ടൈം to be in happiness with you. അത് മാത്രമേ എനിക്ക് ഇന്നത്തെ റീഡിങ്ങിൽ നിന്നും തോന്നുന്നുള്ളൂ. സോ എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ. സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു. ബൈ.